Play fab in yummy chocolate and vanilla crème. നീ എന്തായി ചെയ്യുന്നത്? ഒച്ചയുണ്ടാക്കുവാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പുറത്തുനിന്ന് കേൾക്കുന്ന ഒച്ച ചെറുതായി തോന്നും. ഈ രാത്രിയിൽ ആരാണ് ഇങ്ങനെ മ്യൂസിക് ഇടുന്നത്? നമുക്ക് പുറത്തു പോയി നോക്കാം. അതിനു മുമ്പ് എല്ലാവരും ഈ പഞ്ഞി എടുത്ത് ചെവിയിൽ വയ്ക്കുക. എന്റെ പിള്ളേരെ, ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ നിറം നീലയാണ്. രാത്രി ഇതെന്തൊരു ഒച്ചയാണ്. കൈയടിച്ച പക്ഷെ പതുക്കെ മതി. അല്ല, നീ ഈ സമയത്ത് ഇവിടെ എന്തെടുക്കുക? ഞാൻ ബൈക്കിൽ അടിച്ച് പൊളിക്കുകയായിരുന്നു. മ്യൂസിക്കിന്റെ ശബ്ദം കേട്ടപ്പോ എനിക്ക് തോന്നി പിള്ളേരെ നിങ്ങൾ പാട്ട് നടത്തുന്നുണ്ടായിരിക്കുന്ന. പാതിരാത്രി റോട്ടിൽ കിടന്ന് കറങ്ങുന്നത് പോലെ ഞങ്ങളിങ്ങനെ കളിയാക്കുകയാണോ? ഓഹോ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഉറക്കം പോയിരിക്കുകയാണ്. ഇനി നിങ്ങളും കൂടി ചേർന്ന് ബഹളം വെക്കാതിരിക്കെ. ആരാണ് ഈ മ്യൂസിക് ഇട്ടത്? ഞങ്ങൾ നോക്കാം കിറ്റി. നിങ്ങൾ എല്ലാവരും പോയി ഉറങ്ങിക്കോളൂ. കിറ്റിയുടെ മുന്നിൽ ഹീറോ കളിക്കുകയാണല്ലേ. ഈ ഒച്ച ഞാൻ തന്നെ നിർത്തിക്കും. എന്നിട്ട് എല്ലാവരുടെ മുന്നിൽ ഞാൻ തന്നെ ഹീറോ ആയിട്ട് മാറും. ഇവിടെ പാർട്ടി നടക്കുകയാണല്ലോ. വാ, നമുക്ക് എന്ന് നോക്കാം. നീ വേണമെങ്കിൽ പൊക്കോ. വിളിക്കാത്ത പാർട്ടിക്കൊന്നും ഞാൻ ചെല്ലാറില്ല. എനിക്ക് കുറച്ച് ആത്മാഭിമാനമൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ബോബി ബോക്സർ അല്ലേ? രാവിലെ സമയമൊന്നും കിട്ടാറില്ലേ? ഈ പാതിരാത്രിക്ക് എന്തിനാ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നത്? പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത് എന്റെ കുറ്റമല്ല. എനിക്ക് കിടന്നിട്ട് ഉറക്കം വരാത്തതുകൊണ്ട് ഒരു ടൈം പാസിന് വേണ്ടി ഞാൻ ഇവിടെ മ്യൂസിക് കേൾക്കുകയാണ്. രാത്രി മുഴുവൻ ഉണർന്നിരിക്കുകയാണ്. രാത്രി മുഴുവനും ഉറങ്ങാനുള്ള ഒരു പാഴ്മോഹം എന്റെ പൊട്ട മനസ്സിൽ തോന്നിയപ്പോൾ ഞാൻ ഓടി ഇങ്ങോട്ടാണ് വന്നത്. എന്നാലും എന്റെ കൂട്ടുകാരനോട് ചോദിച്ചു, നിന്റെ മുഖം എന്താണ് ഇങ്ങനെ വല്ലാതെ ഇരിക്കുന്നു എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, തലയ്ക്കകത്തൂടെ ട്രെയിൻ കൊക്കരക്കോ എന്ന് പോകുന്നത് പോലെ എന്നാ. അപ്പൊ ചേട്ടന്റെ ഉറക്കം പോയിട്ട് എത്ര നാളായി? 15 ദിവസമായി അനിയാ. എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിന് ഇൻസോമേനിയ അസുഖം വന്നു എന്നാണ്. ഇങ്ങനെ എന്ത് മാനിയ പിടിച്ചെന്നാ പറഞ്ഞേ? എടാ, അതിന്റെ പേര് മേനിയ എന്നല്ല, ഇൻസോമിയ. അതൊരു അസുഖമാണ്. അത് വന്നാൽ ഉറക്കം വരികയില്ല. മനസ്സിലായോ? ആഹാ, കൊള്ളാലോ. ഇത് നല്ല പ്രയോജനമുള്ള രോഗാണല്ലോ. അതെയോ? എന്നാ പിന്നെ അതിന്റെ പ്രയോജനം ഞങ്ങൾക്ക് കൂടി ഒന്ന് പറഞ്ഞു തന്നേ. സംശയമുണ്ടോ? ഇങ്ങേർക്ക് രാത്രി ഉറക്കില്ലാത്തല്ലേ? അപ്പൊ ഈ ഏരിയയിൽ വാച്ച്മാന്റെ ജോലി ചെയ്യാൻ സാധിക്കില്ലേ? നീയും എന്നെ കളിയാക്കുകയാണല്ലേ ഹടി. നീ വേണമെങ്കിൽ നോക്കിക്കോ, ഞാൻ മ്യൂസിക്കിന്റെ വോളിയം അധികരിക്കാം. അയ്യോ, വേണ്ട വേണ്ട, ഞങ്ങൾ ചേട്ടനെ സഹായിക്കാം. കൂട്ടുകാരെ, ഈ ചേട്ടന്റെ അസുഖം മാറാൻ നമ്മൾ സഹായിക്കണം. അല്ലെങ്കിൽ ദിവസവും ആ മ്യൂസിക് വെച്ച് നമ്മളെ ഉണർത്തിക്കൊണ്ടേ ഇരിക്കും. പാതിരാത്രി ഉറക്കല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്ന നിങ്ങളാണോ അദ്ദേഹത്തിന്റെ അസുഖം മാറ്റാൻ പോകുന്നത്? അതെ കൊച്ചളിയ, ആദ്യം നമുക്ക് ഇവനെ അങ്ങ് ഉറക്കിയാലോ? എടാ, എനിക്ക് ഉറക്കക്കുറവൊന്നുമില്ല. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ബോബി ഉറക്കി കാണിക്കേ. ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇവ കിറ്റിയുടെ ഉറക്കം കളഞ്ഞതാ. അതുകൊണ്ട് ഞാൻ അവനെ ഉറങ്ങാൻ സമ്മതിക്കില്ല. ശരി സണ്ണി, നിന്റെ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. ചേട്ടാ, ചേട്ടനോടെ ശാന്തമായിട്ട് കിടന്നുറങ്ങിക്കോ. അവന്റെ പേര് സോർദാർ എന്നാണ്, ശാന്തമെന്നല്ല. എടാ, കോമൺ സെൻസിന്റെ ശത്രു. ശാന്തി എന്ന് പറഞ്ഞ സമാധാനം. ഭയങ്കര സമാധാനമായി പോയി. ഇതിനെയാണോ സമാധാനം എന്ന് പറയുന്നത്? ബോബിക്ക് വീണ്ടും ഉറക്കമില്ലതായിരിക്കുന്നു. ജോർദാറാണെങ്കിൽ ശാന്തി എന്ന് പറഞ്ഞു. ഈ ഒച്ചപ്പെടാണോ സമാധാനം? ഇവരെന്താ തത്തയാണോ അതോ കഴുതയാണോ? കഴുതയി ഞാനാണ്, ഈ ഞാൻ. പക്ഷെ നീ ഒരു വിധിയാണ്. ദാ അങ്ങോട്ട് നോക്കി, അവിടെ പടക്കം പൊട്ടിക്കുന്നത് കണ്ടോ? എടാ, ഇന്ന് ഞാൻ ഈ വെല്ലുവിളിയിൽ ജയിച്ചാലും ഈ പടക്കം ഇപ്പൊ പൊട്ടിക്കുന്ന രസം അപ്പ വരില്ല. അതായത് ഞാൻ ജയിച്ചു കഴിയുമ്പോൾ. കൊറോണ വൈറസ് കാരണം ഇപ്പൊ ആരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. വിഷുവിനല്ലാതെ ആരും ഇങ്ങനെ തുടർച്ചയായി പടക്കം പൊട്ടിക്കാറുമില്ല. അടികൈ. അയ്യോ,
Feel the fab field. Splash, slide, swim, glide. Feel the fun of fab ride. Feel the fab. Parle Fab in yummy chocolate and vanilla cram. ഞാൻ നല്ല മെലഡി സോങ്സ് വെച്ച് തരാം, അപ്പൊ ബോബി ചേട്ടന് ഉറക്കം വരും. ഓക്കേ, ബോബിക്ക് ഉറക്കം വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ എനിക്ക് ഒട്ടും തന്നെ ഉറക്കം വരില്ല. ഞാൻ എന്താ പുറത്തേക്ക് പോവാണ്. നല്ല ഐഡിയ, നമുക്ക് നടക്കാൻ പോകാം. നടന്നു കഴിയുമ്പോ ബോബി ക്ഷീണിക്കുമ്പോ ഉറക്കവും താനേ വരും. അപ്പൊ പിന്നെ ഉറങ്ങാതെ തന്നെ നമ്മുടെ മോർണിംഗ് വാക്ക് നടക്കുമല്ലോ. എടാ മോർണിംഗ് വാക്കിന് പോകണമെങ്കിൽ അതിന് നേരം വിളക്കണ്ടേ? സംശയമുണ്ടോ? ഞാൻ ചേട്ടന് നല്ലൊരു കവിത പാടിത്തരാം. ലൊട്ടിലൊടുക്കേ ഗുൽഗുൽ ബാല, ലംബൂച്ചന്റെ ലുക്കുട് വാവേ, തക്കുട് തടപുട് താറാക്കൂട്ടം, പെപ്പര പെരപെര പേരയ്ക്ക, ഒറ്റക്കാലിൽ മുത്തപ്പ ബും ബും. എന്റെ അമ്മച്ചി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ യുവമാരെയാണോ കളിപ്പിക്കുന്നത്, അതോ യുവമാർ എന്നെ ഇട്ട് കളിപ്പിക്കുകയാണോ? എടാ നീ ഇങ്ങനെ കവിത ചൊല്ലുകയാണെങ്കിലേ ലോകത്ത് ഒരു കൊച്ചും കിടന്ന് ഉറങ്ങത്തില്ല. സംശയമുണ്ടോ? എടാ ഹണി, ബോബിയെ ബോധം കെടുത്തണ്ട, ഉറക്കിയാൽ മാത്രം മതി. ഞാൻ ബോബിക്ക് ഏതെങ്കിലും ഒരു ബോറിംഗ് ആയിട്ടുള്ള കഥ പറഞ്ഞു കൊടുക്കാം. ബോറടിച്ച് ബോബി ഉറങ്ങിക്കോളും. ഒരു രാജാവും പിന്നെ ഒരു റാണിയും ഉണ്ടായിരുന്നു. അതായത് ടോട്ടൽ 2 പേരുണ്ടായിരുന്നു. അതായത് 2 പേഴ്സൺ. ഒരാൾ മിസ്റ്റർ രാജാവായിരുന്നു, ഒരാൾ മിസ് റാണിയായിരുന്നു. പിന്നെ രാജാവും റാണി ഒരുമിച്ചായിരുന്നു ജീവിച്ചിരുന്നത്. അതായത് രാജാവ് റാണിയുടെ അടുത്താ താമസിച്ചിരുന്നത്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഉറക്കം വരികയാണെങ്കിൽ പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിന് ഉറക്കം വരുന്നു എന്നാണ്. സംശയമുണ്ടോ? അയ്യോ അല്ല, ഇത്രയും നല്ലൊരു കഥയല്ലേ, പിന്നെ എങ്ങനെയാണ് ഉറക്കം വരിക? ഞാൻ ഉദ്ദേശിച്ചത് ബെഡിൽ ഇങ്ങനെ സ്വസ്ഥമായിട്ട് കിടന്നുകൊണ്ട് ഈ കഥ കേൾക്കാമെന്നാണ്. ഉറക്കം വരാൻ 101 വഴികൾ. ഇതൊന്ന് ശ്രമിച്ചു നോക്കാം. പോപ്പട്ടെ, ഇങ്ങോട്ട് വാ. നല്ല ഉറക്കത്തിന് വേണ്ടി തുടർന്ന് വായിക്കുക. ഇത് കൊള്ളാലോ, എഴുത്തുകാരൻ എഴുതി ഉറങ്ങിപ്പോയെന്നാ തോന്നുന്നത്. സംശയമുണ്ടോ? എന്നാ പിന്നെ ബോബി വല്ല ഫ്ലോപ്പ് ഫിലിമും കാണിക്കാം. ഹണി, നിന്റെ വൃത്തികെട്ട ഐഡിയ പറച്ചിലോ നിർത്തോ. നിങ്ങളറിയില്ലായിരുന്നെങ്കിൽ ബോബിയെ ഞാൻ പണ്ടേ ഉറക്കിയേനെ. എന്റെ കവിത ഞാൻ മുഴുവൻ പാടിയിരുന്നെങ്കിൽ ബോബി നേരത്തെ തന്നെ ഉറങ്ങിയേനെ. അടിച്ചു പൊളിച്ചു തിമിർത്തു. എടാ നീ രാത്രിയല്ല രാവിലെ ഇരുന്ന് കവിത ചൊല്ല്. അതാവുമ്പോ എല്ലാവരും സമയത്ത് അങ്ങ് എഴുന്നേറ്റോളൂ. സംശയമുണ്ടോ? എടാ, ഹണിയുടെ കവിത കേട്ട ഉറക്കം വന്നാലോ? ഞാൻ വേണമെങ്കിൽ പുതിയൊരു കവിത പാടാം. എന്നാ പിന്നെ ബോബിയെ നമുക്ക് കന്നാസന്റെ കവിത കേൾപ്പിച്ചാലോ? എന്നാ പിന്നെ ഇദ്ദേഹം ഈ അടുത്ത കാലത്തങ്ങ് ഉറങ്ങത്തില്ല. കൂട്ടുകാരെ, ഇത്തരം തരം താഴ്ന്ന ഐഡിയ എവിടെന്നാ കിട്ടുന്നേ? ഞാൻ പറയുന്നേക്ക് എന്റെ കവിത കേട്ട് ഉറങ്ങും. തീർച്ചയായിട്ടും ഉറങ്ങും. പറയുന്ന കേക്ക്. പറഞ്ഞില്ലേ? എടാ, എന്തായി നിങ്ങളുടെ വെല്ലുവിളി? ബോബിയെ ഉറക്കം നടന്ന അവസാനം നിങ്ങളുടെ ഉറക്കം പോയില്ലേ? ഉറങ്ങട്ടെ ഉറങ്ങട്ടെ ഉറങ്ങട്ടെ. കണ്ടില്ലേ മേഡം എത്ര സമാധാനമായിട്ടാ കിടന്നുറങ്ങുന്നെന്ന്? ഇത് മാഡത്തിന്റെ അല്ല, ബോബി കൂർക്കം വലിക്കുന്നതിന്റെ ശബ്ദമാണ്. ഇതാ നോക്കിയേ, ബോബി നമ്മുടെ ബഹളം കേട്ട് തന്നെ ഉറങ്ങി.
ആ, അയ്യോ എന്റെ ദൈവമേ, 5 മണിയായി. ഞാൻ കൂവാനുള്ള സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഹൈ.